ഹലോ. അങ്ങനെ നമ്മൾ കടന്ന് ഡേ 20 എത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ജേർണി സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. പക്ഷെ പവർഫുള്ളാണ്. ജസ്റ്റ് ഒരു കോമഡി പറഞ്ഞതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ഡേയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ രാവിലെ കഴിച്ചത് പൂരിയാണ് കേട്ടോ. പൂരിയും ബാജി, അതായത് പൊട്ടറ്റോ കറിയില്ലേ, പിന്നെ കുറച്ച് സവോളയും. ഭയങ്കരമായിട്ട് എൻ്റെ സൗണ്ട് കുറവാണെന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം ഞാൻ വൈകിട്ടാണ് എപ്പോഴും വോയിസ് ഓവർ കൊടുക്കുന്നത്. എല്ലാവരും കടന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കിടന്ന് അലറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പതുക്കെ പറയുന്നത്. അപ്പം ഞാൻ രാവിലെ തന്നെ 2 പൂരിയാണ് കഴിച്ചത്. അപ്പം ഞാൻ എന്തെടുത്താലും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ രണ്ടെണ്ണമാണ് കഴിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ കാപ്പി ചായ അതൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. രാവിലെ ഞാൻ നേരത്തെ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ കുടിക്കുമായിരുന്നു. ഇപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ ബാക്ക് ടു റൊട്ടീനായി. ചായ കാപ്പി അതൊന്നും കുടിച്ചിട്ടില്ല. ഞാൻ രാവിലെ എണീക്കുമ്പോഴേ കുറച്ച് വെള്ളം നല്ലപോലെ കുടിക്കും. ഒരു 1/2 ലിറ്റർ കുടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ മാക്സിമം 1/2 ലിറ്റർ കുടിക്കും. ഇല്ലെങ്കിൽ ഞാനൊരു 2 ഗ്ലാസ്സെങ്കിലും കുടിക്കും. അതിന് ശേഷമാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അത് രാവിലത്തെ കഴിഞ്ഞു. ഇന്ന് ഞാൻ നേരത്തെ കഴിച്ചു. ഒരു 8:30ക്കും 9നും ഇടയ്ക്ക് ഞാൻ കഴിച്ചു. ഉച്ചയ്ക്ക് പിന്നെ നമ്മുടെ പതിവായിട്ടുള്ള കറികളൊക്കെ തന്നെയാണ്. ഒരു മീൻ വറുത്തത്, കുറച്ച് അച്ചാർ, കൂർക്ക, തോരൻ, പിന്നെ കുറച്ച് ചിക്കൻ കറി. എല്ലാവരും ഓർക്കും, ക്രിസ്ത്യൻസ് ഓർക്കും ഈ വിശുദ്ധ വാരത്തിൽ ഞാൻ നോൺ വെജ് കഴിക്കുന്നല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കറി കഴിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വേറൊന്നും കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ എനിക്ക് പ്രോട്ടീൻ ഭയങ്കര കുറവാണ്. പിന്നെ കുറച്ച് ചിക്കനിലൂടെയൊക്കെയാണ് എനിക്ക് കുറച്ച് പ്രോട്ടീനെങ്കിലും കിട്ടുന്നത്, കുറച്ച് ഫിഷും ഒക്കെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് സ്കിപ്പ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ ഹെൽത്ത് ഇപ്പോൾ എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും മാമനോടൊന്നും തോന്നല്ലേ മക്കളെ. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ വൈകുന്നേരം ഒരു 4 മണിയായപ്പോഴത്തേന് കുമ്പിൾ കഴിച്ചു, ചക്കക്കുമ്പിൾ. അത് റവ ഇട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര തരങ്ങ് പോലെ തോന്നിക്കുന്നത് എന്ത് പൊടി ഇടുന്നതെന്ന്. എനിക്ക് റവ ഇട്ടിട്ടുള്ളതാണ്. ഞാൻ വീട്ടിലുള്ളവർക്ക് അരിപ്പൊടി ഇട്ടാണ് ഉണ്ടാക്കി കൊടുത്തത്. കാരണം അവർക്ക് അതാണ് ഇഷ്ടം, എനിക്ക് റവ ഇട്ട് ആണ് ഇഷ്ടം. കാരണം എൻ്റെ വീട്ടിൽ റവ ഇട്ടതാണ് പണ്ടേ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എനിക്ക് കുമ്പിൾ, ചക്ക, പച്ചച്ചക്ക, അങ്ങനത്തെ ചക്കയുടെ എല്ലാ ഐറ്റംസും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പച്ചച്ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പച്ചച്ചക്കയൊക്കെ കിട്ടി ഞാൻ വാരി വലിച്ചിരുന്ന് കഴിക്കും. അപ്പം കുമ്പിൾ കണ്ടപ്പോഴത്തേനും എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ ആവിയിൽ വേവിക്കുന്നതാണല്ലോ, ശർക്കര ഇട്ടിട്ടുണ്ട്, തേങ്ങയും ഉണ്ട്. അത് രണ്ടുമാണ് കുറച്ച് അൺഹെൽത്തി ആയിട്ടുള്ളത്. പക്ഷേ സാരമില്ല, ഞാൻ ലിമിറ്റ് വെച്ച് കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നടക്കാനിറങ്ങി. ഞാൻ ഇപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് നടക്കുന്നത്. കാരണം എൻ്റെ നടപ്പ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ അത് തന്നെയല്ല കാര്യം, എനിക്കിപ്പോൾ കുറച്ച്, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഞാൻ തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വൈകിട്ടാണ് നടക്കാൻ സമയം കിട്ടുന്നത്. കുറച്ച് ഇരുട്ടിയിട്ടാണ് കേട്ടോ നടക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 7:30 ആ ടൈം ആയിട്ടുണ്ട്. അപ്പം നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും 10,000 ആക്കണമെന്നുള്ളൊരു ത്വരയാണ്. കാരണം അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ ഇന്നത് ചെയ്തില്ലല്ലോ എന്നോർത്ത് എനിക്കൊരു ബുദ്ധിമുട്ട്. ആരോ പണ്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്നം വേണം നമ്മൾ കാണാനെന്ന്. അതുപോലെ കേട്ടോ, എനിക്ക് ഉറങ്ങാൻ കിടന്ന ഒരു സമാധാനമില്ലേ, പിന്നെ എന്ത് ചെയ്താലും എനിക്കൊരു സമാധാനക്കുറവാണ്. കാരണം ഞാൻ അതിലേക്ക് ഫുള്ളായിട്ട് ഇൻവോൾവ്ഡ് ആയി. ഇപ്പം എന്നെ നേരിൽ കാണുന്നവരൊക്കെ പറയും, ഇനിയും മെലിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാകട്ടോ എന്ന് പറയും. എനിക്കറിയാം ഇനിയും മെലിഞ്ഞാൽ എന്നെ കാണാൻ ബുദ്ധിമുട്ടാണെന്ന്. അതായത് കാണാൻ ഒരു ഭംഗി ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും കുറച്ചും കൂടെ കുറയ്ക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. എവിടം വരെ പോകും നോക്കാം, പോകുന്നിടം വരെ പോട്ടെ. അല്ലാണ്ട് ഞാൻ ഒരുപാട് അങ്ങോട്ട് ബലം പിടിക്കുന്നില്ല. കാരണം ഇത്രയൊക്കെ എത്താൻ എന്നെക്കൊണ്ട് സാധിച്ചു. ഇത്രയും മടിച്ചിയായുള്ള എനിക്ക് ഇത്രയിലൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിച്ചല്ലോ എന്നോർത്തുള്ളൊരു സന്തോഷമേ എനിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ബാക്കി പതുക്കെ മതി. എനിക്ക് ധൃതി ഇല്ലെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനിപ്പം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് ഞാൻ മാക്സിമം ആഞ്ഞ് നടന്ന് ഞാൻ 10,000 സ്റ്റെപ്സ് എത്തിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ 7,000 സംതിങ്ങേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈശ്വരാ, വീട്ടിൽ വന്നിട്ടും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ ചെയ്തു. എനിക്ക് കാലുവേദന അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ അവിടെയാണ് സ്റ്റെപ്സൊക്കെ കയറി ഇറങ്ങാറുണ്ടായിരുന്നു. മാക്സിമം ഒരു 5,000 എങ്കിലും ഞാൻ നടക്കുമായിരുന്നു അവിടെ വെച്ചിട്ടാണേലും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ കാലുവേദനയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ചിലവർ ഈ ട്രാക്ക് ചെയ്യാൻ, ഈ ആപ്പ് യൂസ് ചെയ്യാൻ മനസ്സിലാവാത്തവർ എന്നോട് ചോദിച്ചായിരുന്നു, എത്ര നേരം നടന്നാലാണ് 10,000 സ്റ്റെപ്സ് ആവുന്നതെന്ന്. എനിക്ക് തോന്നുന്നത് എനിക്കൊരു 1 ഹവറും 40 മിനിറ്റ്സും
ആകുമ്പോഴാണ് എനിക്കൊരു 10,000 സ്റ്റെപ്സ് ആകുന്നത്. അത് സ്പീഡ് അനുസരിച്ചിരിക്കും കേട്ടോ. എനിക്ക് ഇന്നായിട്ടുള്ളത് 1 ഹവറും 34 മിനിറ്റ്സുമാണ്. അപ്പോൾ അത് നമ്മൾ എത്ര സ്പീഡിലാണോ നടക്കുന്നത് അതിനെ ആശ്രയിച്ചായിരിക്കും നമുക്ക് സമയം എടുക്കുന്നത്. ചിലർ 1 മണിക്കൂർ കൊണ്ടൊക്കെ നടക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അത്ര സ്പീഡ് നടക്കും. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും വോക്കിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് നല്ല സ്പീഡിൽ നടക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് പ്രൈസൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. പക്ഷെ പറ്റുന്നത് പോലെ പറ്റട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനങ്ങ് പോകുന്നത്. പിന്നെ ഈ കാലറി ബേണിനെക്കുറിച്ച് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ബേൺ ചെയ്യുന്ന കാലറി ആട്ടോ അതിൽ കാണിക്കുന്നത്, അല്ലാണ്ട് നമുക്ക് കഴിക്കേണ്ട കാലറി അല്ല. അത് ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരുവാണ്. പിന്നെ നടപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാനൊന്ന് റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ABC ജ്യൂസ് ഞാൻ കുടിച്ച കാര്യം. അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും വൈകിട്ട് ഒരു 6:30 7 മണിയായപ്പോൾ ഞാൻ ABC ജ്യൂസ് കുടിച്ചു. 7 മണി ആയില്ല, അല്ല 7 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ നടന്നു വന്നപ്പോൾ തന്നെ സമയം ഇച്ചിരി ലേറ്റ് ആയായിരുന്നു. അപ്പം ഞാൻ ABC ജ്യൂസൊക്കെ കുടിച്ചു. ആപ്പിൾ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, വേറെ ഒന്നുമില്ല കേട്ടോ. കുറച്ച് ഷുഗർ ഇടുവേ, ഒരുപാടില്ല, കുറച്ച്. ബ്ലഡ് ഉണ്ടാവാനൊക്കെ വളരെ നല്ലതാണ്. അപ്പം ഞാൻ അതും കൂടെ കുടിച്ചിട്ട് ഇന്നത്തെ ഒരു മീല് ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിച്ചോളുക, ഞാൻ പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ DM ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പം നാളെ നമുക്ക് 21st ഡേയുമായിട്ട് കാണാം. അപ്പം നമുക്ക് നാളെ കാണാം. ശരി, ബൈ.